أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. ബാബു നൂനി തഅ്കീദി, തഅ്കീദിന്റെ നൂനിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. തഅ്കീദിന്റെ നൂനിനെ കുറിച്ച് പറയുന്ന അധ്യായം. ശക്തി കൊടുക്കുക, ഊന്നൽ കൊടുക്കുക. നമ്മൾ മീസാനില് സഖീല അതുപോലെ ഖഫീഫ ആയ നൂനുകളെ കുറിച്ച് ചേർന്ന് വരുന്നതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചില ഇറാബുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ നഹ്വിലെ ഇറാബാണല്ലോ ചർച്ച. ഇറാബ് എന്ന് പറഞ്ഞാൽ ഒരു പദത്തിൻ്റെ അവസാനത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഇറാബ്. അപ്പോൾ ഇവിടെ മുലാരിയായ ഫീലിനോട് ചേർന്ന് വരുന്ന സഖീലാൻ്റെയും ഖഫീഫയായ നൂനുകളുമൊക്കെ മുലാരിയായ ഫീലിൻ്റെ അവസാനത്തിന് ചില വ്യത്യാസങ്ങൾ വരുത്തും. അപ്പോൾ അത് നഹ്വിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. നോക്കാം, ശ്രദ്ധിക്കണേ, നോട്ട് ചെയ്യണേ. വന്നൂനു തഅ്കീദി നൗആനി, തഅ്കീദിൻ്റെ നൂന് രണ്ട് ഇനങ്ങളാണ്. മുഖഫഫത്തുൻ വ മുസഖ്ഖലത്തുൻ. മുഖഫഫത്തുൻ നേർപ്പിക്കപ്പെട്ടത്, മുസഖ്ഖലത്തുൻ ഭാരമാക്കപ്പെട്ടത്. അപ്പോൾ ഒന്നിന് കട്ടിയുണ്ടാകും, ഒന്നിന് കട്ടിയില്ല. ഫൽ മുസഖ്ഖലത്തു, ഈ കട്ടി കൊടുക്കപ്പെട്ടത്, ഭാരമാക്കപ്പെട്ടത് നൗആനി രണ്ട് ഇനമാണ്. ഇഹ്ദാഹുമ, ആ രണ്ടെണ്ണത്തിൽ ഒന്നാമത്തത് മുതഹർരികത്തുൻ ഹർക്കത്ത് ഉള്ളതാണ്, ഒന്നിന് ഹർക്കത്തുണ്ട്. വൽ ഉഖ്റാ സാക്കിന, മറ്റേത് സുക്കൂനുള്ളതാണ്. ഉദ്ഗിമത്ത്, എങ്ങനെയുള്ള സുക്കൂനുള്ളത്? ഉദ്ഗിമത്ത്, അത് ഇദ്ഗാം ചെയ്യപ്പെട്ടു. ഫി മുതഹർരികത്തിൻ, ഹർക്കത്തുള്ളതിൽ. ഹർക്കത്തുള്ളതിൽ ഇദ്ഗാം ചെയ്യപ്പെട്ട സുക്കൂനുള്ളതാണ് ഒന്ന്, മറ്റൊന്ന് ഹർക്കത്തുള്ളതാണ്. നെഹ്വു കൗലിക്ക, നിന്റെ വാക്ക് പോലെ. ഇളിരിബന്ന, കണ്ടോ നിങ്ങൾ? ഇളിരിബന്ന, അവിടെ ഷദ്ദു വെക്കപ്പെട്ട, ഭാരമാക്കപ്പെട്ട നൂന്, അത് സഖീലയായ നൂനാണ്. അതിൽ രണ്ട് നൂനുണ്ട്, ഒന്ന് സുക്കൂനുള്ള നൂനും മറ്റൊന്ന് ഹർക്കത്ത്. ഇവിടെ ഹർക്കത്ത് ഫത്ഹാണ്, ഫത്ഹത്തുള്ള നൂന്. ആ സുക്കൂനുള്ള നൂന് ഫത്ഹത്തുള്ള നൂനിൽ എന്ത് ചെയ്തു? ഇദ്ഗാം ചെയ്യപ്പെട്ടു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എവിടെ? യെസ്. അപ്പം നമ്മൾ പറഞ്ഞു തഅ്കീദിൻ്റെ നൂന് രണ്ട് ഇനങ്ങളാണ്. അതുപോലെ അത് മുഖഫഫത്തുണ്ട്, മുസഖ്ഖലത്തുണ്ട്. ആ മുസഖ്ഖലത്തിനെ കുറിച്ചാണ് നമ്മളിതിൽ ചർച്ച ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതിൽ എന്ത് ചെയ്യും? ഖഫീഫയായ നൂനിനെ കുറിച്ച് പറയും. ഇത് നമ്മളിപ്പോൾ മുസഖ്ഖലത്തിനെ കുറിച്ചാണ് പറയുന്നത്. വഹിയ, അത്, മുസഖ്ഖലത്ത്, തദ്ഖുലു, അവ പ്രവേശിക്കും, ആ നൂന് പ്രവേശിക്കും. ഫിൽ അഫ്ആലിൽ മുസ്തഖ്ബിലത്തി, മുസ്തഖ്ബിലായ ഫിഅലുകളിൽ പ്രവേശിക്കും. വൽ അംരി, അംറിൽ പ്രവേശിക്കും. വൻ നഹ്യി, നഹിയിൽ പ്രവേശിക്കും. നഹിയ് മുസ്തഖ്ബിലായ ഫീല്, അംർ ഫീല്, നഹിയ ഫീലൊക്കെ ഉണ്ട്. അതുപോലെ വലിസ്തിഫ്ഹാമി, ഇസ്തിഫ്ഹാമിൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുന്ന സ്ഥലത്തും പ്രവേശിക്കും. അപ്പോൾ മുലാരിയായ ഫീൽ വരും, മുസ്തഖ്ബിലായ ഫീൽ വരുമ്പോൾ. വദ്ദുആഇ, ദുആ ചെയ്യുന്ന ഫീലുകൾ വരുമ്പോൾ. വന്നഫി,
നഫീലും പ്രവേശിക്കും. വൽ ഖസമി, സത്യം പറയുന്ന സ്ഥലത്തും വരുന്ന മുസ്തഖ്ബിലായ ഫീലിലും പ്രവേശിക്കും. വശർത്ത്, ഷർത്ത് കണ്ടീഷൻ വരുന്ന സമയത്ത് വരുന്ന മുസ്തഖ്ബിലായ ഫീലുകളിലും പ്രവേശിക്കും. അപ്പോൾ ഈ ഇസ്തിഫാമ്, ദുആ, നഫി, ഖസം, ഷർത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നിരിക്കുക അംറോ നഹിയോ മുസ്തഖ്ബിലോ ആയിരിക്കും. ആ സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചോദ്യം ചോദിക്കുകയായിരിക്കും, ചിലപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കുകയായിരിക്കും, അല്ലെങ്കിൽ സത്യം ചെയ്ത് പറയുന്ന വിഷയമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചിലത് പറയില്ല, നീ ഇങ്ങോട്ട് വന്നാൽ ഞാൻ തീർച്ചയായും അങ്ങോട്ട് വരിക തന്നെ ചെയ്യും. അങ്ങനെ അപ്പൊക്കെ എന്താണ് മുസ്തഖ്ബിലായ അല്ലെങ്കിൽ അംറോ അല്ലെങ്കിൽ നഹിയോ ആയ ഫീലുകളിലായിരിക്കും. നമ്മൾ മീസാനിൽ മുസ്തഖ്ബിലിൽ പ്രവേശിക്കുന്നത് പറഞ്ഞു, അംറിലും പറഞ്ഞു, നഹിയിലൊക്കെ പറഞ്ഞു. ഓർക്കുന്നുണ്ടാവും. ലയഫ് അലന്ന, ലയഫ് അലാന്നി, ലയഫ് അലുന്ന, ലതഫ് അലന്ന, ലതഫ് അലാന്നി, ലയഫ് അൽനാന്നി, ലതഫ് അലന്ന, ലതഫ് അലാന്നി, ലതഫ് അലുന്ന, ലതഫ് അലിന്ന, ലതഫ് അലാന്നി, ലതഫ് അൽനാന്നി, ലഅഫ് അലന്ന, ലനഫ് അലന്ന. അത് മുസ്തഖ്ബിലായ ഫീൽ പ്രവേശിച്ചതാണ്. അംറില് ഇഫ് അലന്ന, ഇഫ് അലാന്നി, ഇഫ് അലുന്ന, ഇഫ് അലിന്ന, ഇഫ് അലാന്നി, ഇഫ് അൽനാന്നി. അംറിൽ, അംറ് ഹാളിറിൽ, അംറ് ഗായിബിലാകുമ്പോൾ ലിയഫ് അലന്ന, ലിയഫ് അലാന്നി, ലയഫ് അലുന്ന, ലിതഫ് അലന്ന, ലിതഫ് അലാന്നി, ലിതഫ് അൽനാന്നി. നഹിയിലോ ലാ യഫ് അലന്ന, ലാ യഫ് അലാനി. അങ്ങനെ തന്നെ സിമ്പിളായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇത്തരം മുസ്തഖ്ബില്, അംറ്, നഹി ആയ ഫീലുകളിൽ എന്താണ് മുസക്കലത്തായ നൂനുകൾ പ്രവേശിക്കും. കുഴപ്പമില്ല, മനസ്സിലായില്ലേ? എവിടെ ഫൈസ? യെസ്. അപ്പോൾ ചില വ്യത്യാസങ്ങൾ വരും, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കാം. തഖൂലു, നീ പറയും, ലിൽ വാഹിദി, വാഹിദിന് നീ പറയും, ഏകവചനത്തിന് നീ പറയും, ഇദ്രിബന്ന സൈദൻ. ഇദ്രിബന്ന അംറാണ് കേട്ടത്. നീ തീർച്ചയായും അടിക്ക് സൈദൻ, സൈദിനെ. ഇദ്രിബന്ന എന്നാ പറഞ്ഞു. ശരിക്കും അംറിൽ ഇദ്രിബ് എന്നാ വരിക. ശ്രദ്ധിക്കണേ, അംറ് നമ്മൾ എന്താ പറഞ്ഞത്? ഇദ്രിബ് എന്നാ പറഞ്ഞു. ദറബ യദ്രിബു ഇദ്രിബ്, കതബ യക്തുബു ഉക്തുബ്, നസറ യൻസുറു ഉൻസുർ, ഫതഹ യഫ്തഹു ഇഫ്തഹ്. പക്ഷെ ഇവിടെ ഈ നൂന് വന്ന സമയത്ത് ഇദ്രിബന്ന എന്ന് പറഞ്ഞു. നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും, ഇദ്രിബ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരുന്ന സമയത്ത് ഒന്നിനെ കളയണമല്ലോ. ഇത് രണ്ടും സ്വഹീഹായ ലെറ്റേഴ്സാണ്, അപ്പോൾ കളയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്താണ്? ബാഇനിക്ക് ഫത്ഹ് കൊടുത്തതാണ്. ഗസർ കൊടുക്കാൻ പറ്റൂല. ഗസർ കൊടുത്താൽ മറ്റേതിന് എന്താവും? കൺഫ്യൂഷൻ ആവും. ലമ്മ് കൊടുത്താലും കൺഫ്യൂഷൻ ആവും. ഇദ്രിബന്ന സൈദൻ ബിഫത്ഹിൽ ബാഇ, ബാഇനിക്ക് ഫത്ഹ് കൊണ്ട്. എന്തിനാ അങ്ങനെ ബാഇനിക്ക് ഫത്ഹ് കൊണ്ട് വായിക്കണം ഏകവചനത്തിൽ എന്ന് പറയുന്നത്? ലിസുക്കൂനിഹ, ആ ബാ സുക്കൂന് ഉള്ളതാണ്. അതുപോലെ വസുക്കൂനിൻ നൂനി ബഅദഹ, അതിനുശേഷമുള്ള നൂനിനും സുക്കൂനാണ്, അതിനും സുക്കൂനാണ്, അതിനുശേഷമുള്ള നൂനും സുക്കൂനാണ്. അതുകൊണ്ട് ഫത്ഹ് കൊടുത്ത് ഇദ്രിബന്ന എന്ന് വായിക്കണം. ഇതിപ്പോൾ അംറ പറയുന്നത്, നമ്മൾ നഹിയാണെങ്കിലും മുസ്തഖ്ബിലാണെങ്കിലും അങ്ങനെ തന്നെ യദ്രിബു എന്നല്ലേ പറയാം. അപ്പോൾ ല യദ്രിബന്ന. അംറാവുമ്പോൾ ലാ യദ്രിബു, ലാ യദ്രിബ് നഹി, നഹിയാവുമ്പോൾ ലാ യദ്രിബ് എന്നാ വരിക. അപ്പോൾ ലാ യദ്രിബന്ന. അപ്പോൾ ഏകവചനം നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനത്തെ ഏകവചനം, എല്ലാ ഏകവചനവും നോക്കി നിങ്ങൾ പരിശോധിച്ച് നോക്കി. ലയഫ് അലന്ന, പിന്നെ അതിൻ്റെ താഴത്ത്
ലതഫ്അലന്ന. അതുപോലെ ലതഫ്അലന്ന. പിന്നെ പോയിട്ട് ലതഫ് ആ ഏകവചനത്തിൽ വരുന്ന സമയത്ത് അങ്ങനെ എന്ത് ചെയ്യുക? ഇദ്രിബന്ന. മറ്റൊടത്തും മുസ്തഖ്ബിലും അതുപോലെ ഏതിലും അംറിലും നഹിയിലും ഒക്കെ ഏകവചനത്തിൽ എന്ത് ചെയ്യണം? ഫത്ത് കൊടുത്ത് വായിക്കണം. മനസ്സിലായോ? എവിടെ? വതഖൂലു ലിൽഇസ്നൈനി. ശ്രദ്ധിക്കണേ, ദ്വിവചനത്തിൽ നീ പറയും, ദ്വിവചനത്തിനിക്ക് നീ പറയും. ഇദ്രിബാനി, ഇദ്രിബാനി എന്ന് പറയും. അവിടെ എന്താ നോക്ക്, ബായിനിക്ക് പിന്നെ ഇദ്രിബ് ഇദ്രിബാന്ന് നമ്മൾ പറയല്ലോ, ഇദ്രിബ് ഇദ്രിബ. അപ്പോൾ ആദ്യത്തെ എന്ത് ചെയ്തു? നമ്മൾ നേരെ നൂന് ശബ്ദമാക്കപ്പെട്ട നൂനാണ് കൊടുത്തു. പക്ഷെ അവിടെയും എന്തുണ്ട്? ഈ അലിഫും അതിൻ്റെ ഒന്നാമത്തെ നൂനും തമ്മിൽ ഇൽത്തിഖാഉ സാക്കിനൈനി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ലൈഫ് എന്നുള്ള നിലക്ക് ആ അലിഫിനെ കളഞ്ഞാൽ എന്താ ഉണ്ടാകുക? ലൈഫ് എന്ന നിലക്ക് കളഞ്ഞാൽ പിന്നെ ഇദ്രിബന്ന ഇദ്രിബന്നി എന്ന് പറയേണ്ടി വരും അല്ലേ? ഇദ്രിബന്ന ഇദ്രിബന്നി എന്ന് പറയേണ്ടി വരും. അപ്പോൾ അത് പിന്നെന്ത് ചെയ്യും? അതും ഏകവചനവും ഈ ദ്വിവചനവും തമ്മിൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ അലിഫ് നിലനിർത്തി. പിന്നെ മദ്ദക്ഷരത്തിന് ശേഷം ശ്രദ്ധിക്കണേ, മദ്ദക്ഷരത്തിന് ശേഷം എന്ത് ചെയ്തു? ഇദ്ഗാം ചെയ്ത് വന്നാൽ, ഈ ഇദ്ഗാം ചെയ്യപ്പെട്ട രൂപത്തിൽ വന്നാൽ അവിടെ നിലനിർത്തുന്നത് കുഴപ്പമില്ല. അങ്ങനെ ഇൽത്തിഖാഉ സാക്കിനെ അവിടെ അനുവദനീയമാണ് എന്നൊരു നിയമമുണ്ട്. നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ പഠിക്കും. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഇപ്പം മനസ്സിലാക്കുക, വലാ തഹ്ദിഫു, നീ കളഞ്ഞില്ല, അൽ അലിഫ, അലിഫിനെ, അസാക്കിനത്ത, സുക്കൂനുള്ളതായ അലിഫിനെ നീ കളഞ്ഞില്ല. അല്ലത്തി, എങ്ങനെയുള്ള സുക്കൂനുള്ളതായ അലിഫാണ്? ബഅദഹ നൂനുൻ സാക്കിനത്തുൻ, സുക്കൂനുള്ള നൂൻ അതിന് ശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ സുക്കൂനുള്ള നൂന് ശേഷം വന്ന സുക്കൂനുള്ളതായ അലിഫിനെ നീ കളഞ്ഞില്ല. അപ്പോൾ അലിഫും നൂനും തമ്മിൽ അടുപ്പിച്ച് രണ്ട് സുക്കൂനുള്ള അക്ഷരങ്ങൾ വന്നു, പക്ഷെ നീ അലിഫിനെ കളഞ്ഞില്ല. എന്തേ കളയാതിരുന്നത്? ലി അല്ലാ യൽതബിസ, കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി. അത്തസ്നിയത്തു, ദ്വിവചനം, തസ്നിയ ബിൽ വാഹിദി, ഏകവചനത്തിനോട് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഏകവചനാണോ ദ്വിവചനാണോ എന്ന് ഒരു പ്രശ്നം വരും, ഒരു സാമ്യത വരും. അങ്ങനെ സാമ്യത വരുമ്പോൾ നമുക്ക് ആകെ അവിടെ എന്താണെന്ന് അറിയാൻ കഴിയില്ല, കൺഫ്യൂഷനാകും. അങ്ങനെ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? അവിടെ അലിഫിനെ കളയാതിരുന്നത്. ക്ലിയർ അല്ലേ? എവിടെ ഷംന? നമ്മൾ മീസാനിൽ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടില്ല. ഇവിടെയൊക്കെ നിങ്ങൾ നോക്ക്, ഇവിടെയൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അവസാനം. അപ്പോൾ അത് നെഹ്വിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ അത് ഇതിൽ പെടുത്തിയിട്ട് പറഞ്ഞതാണ്. രണ്ടും രണ്ട് വിഷയമാണ്, പക്ഷെ എന്നാലും ഇത് അവസാനം മുലാരിയായ ഫീലിൻ്റെ അവസാനത്തിന് വരുന്ന ചേഞ്ചുകളാണല്ലോ. അതിപ്പോൾ ഇതിൽ പെടുത്തിയതാണ്. നോക്കാം അടുത്ത്. നെക്സ്റ്റ്, വതഖൂലു, എവിടെ? ലിൽ ജംഇ, ജംഇൽ നീ പറയും. വതഖൂലു ലിൽ ജംഇ, ജംഇൽ നീ പറയും. ഇളിരിബുന്ന എന്ന് പറയും. അവിടെ വാവിനെ കളഞ്ഞു. ഫതഹദിഫു വാവൽ ജംഇ, ഫതഹദിഫു നീ കളഞ്ഞു, വാവൽ ജംഇ, ജംഇന്റെ വാവിനെ കളഞ്ഞു. എന്താ ജംഇന്റെ വാവിനെ കളയാൻ കാരണം?
സുക്കൂനിഹ, അത് സുക്കൂനുണ്ടായതിനു വേണ്ടി. വസുക്കൂനി നൂനി ബഅദഹ, അവകൾക്ക് ശേഷമുള്ള നൂനിനും സുക്കൂനാണ്. അപ്പം രണ്ട് സുക്കൂൻ അടുപ്പിച്ച് വന്നപ്പോൾ ലഈഫായ വാവിനെ കളഞ്ഞു. ഓക്കെ ആണോ? ഇദ്രിബുന്ന, ഇദ്രിബൂന്ന എന്ന വരെ. ഇദ്രിബ്, ഇദ്രിബാ, ഇദ്രിബൂന്നല്ലേ ഉണ്ടാവുക. ഇപ്പം പറയുമ്പോൾ ഇദ്രിബൂന്ന എന്നാ പറയണ്ടത്. പക്ഷെ അവിടെ വാവിനെ കളഞ്ഞു. പിന്നെ വാവിനെ കളഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അല്ല, ആ വാവിനെ കളയാതെ കളഞ്ഞതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ആവണമൊന്നുമില്ല. എന്നുവെച്ചാൽ അലിഫിനെ കളഞ്ഞിക്കുകയാണെങ്കിൽ ഏകവചനത്തോട് കൺഫ്യൂഷൻ ആകുമായിരുന്നു. അതുകൊണ്ട് അലിഫിനെ കളയാതിരുന്നു. ഇവിടെ വാവിനെ കളഞ്ഞാൽ മറ്റു വചനങ്ങളോടോ ഒന്നിനോടൊന്നും കൺഫ്യൂഷൻ ആവൂല. അതുകൊണ്ട് വാവിനെ കളഞ്ഞു. ഓക്കേണാ? വതഖൂലു ലിൽ മുഅന്നസി, മുഅന്നസിൽ നീ പറയും. മുഅന്നസിനിക്ക് നീ പറയും. സ്ത്രീലിംഗം ഏകവചനം. ഇളിരിബിന്ന, ഇളിരിബിന്ന. അവിടെ ഇളിരിബീന്ന നമ്മൾ പറയാം. ഇളിരിബ്, ഇളിരിബ, ഇളിരിബു, ഇളിരിബീ, ഇളിരിബ, ഇളിരിബിന എന്ന് നമ്മൾ പറയാം. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? ഇളിരിബിന്ന എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു? ഫതഹദിഫുൽ യാ, യാഇനെ നീ കളഞ്ഞു. മിൻ ഇളിരിബി, ഇളിരിബി എന്നുള്ളത് യാഇനെ നീ കളഞ്ഞു. കാരണം ലിസ്കൂനിഹ, ആ യാഇനക്ക് സുക്കൂനാണ്. വസുക്കൂനി നൂനി ബഅദഹ, അവകൾക്ക് ശേഷമുള്ള ആ യായിന് ശേഷമുള്ള നൂനിനും എന്താണ്? സുക്കൂനാണ്. രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടിയപ്പോൾ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇത് കളഞ്ഞു. വലിൽ ഇസ്നത്തൈനി, ഇത് ഇസ്നൈനി, ഇത് ഇസ്നത്തൈനി മുഅന്നസ് ദ്വിവചനം. അതിനിക്ക് നീ പറയും ഇദ്രിബാനി. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇദ്രിബാനി തന്നെ, അത് ഒരേ രൂപം തന്നെ. മുദക്കറിനും മുഅന്നസിനും ദ്വിവചനത്തിനും ഒരേ രൂപം. ഇദ്രിബിന്ന, ഇദ്രിബാനി. വലിൽ ജമാഅത്തി, ജംഇനിക്ക് ഒരു കൂട്ടം നീ പറയും ഇദ്രിബ്നാനി. ഇദ്രിബ്നാനി എന്ന് പറയും. ഇദ്രിബ്ന നമ്മൾ നൂനില്ലാതെ പഠിച്ചത്. പിന്നെ ഇദ്രിബ്നന്ന എന്നാണ് ശരിക്കും വരേണ്ടത്. ഇവിടെ ഒരു അലിഫ് കൊടുത്തു അധികം. ഇദ്രിബ്നാനി. ഫതുദ്ഖിലു, നീ പ്രവേശിപ്പിക്കും. ഹാദിഹിൽ അലിഫ, ഈ അലിഫിനെ നീ പ്രവേശിപ്പിക്കും. എന്തിനു വേണ്ടി? ലിതഫ്സില ബൈനൻ നൂനാത്തി, രണ്ട് മറ്റു നൂനുകൾക്ക് ഇടയിൽ നീ വിട്ടുപിരിക്കാൻ വേണ്ടി. ആ നൂനും ജംഇൻ്റെ നൂനുണ്ട്, അതുപോലെ ഈ പറയപ്പെട്ട സക്കീലാൻ്റെ നൂനുണ്ട്. ഈ രണ്ട് നൂനുകൾക്കിടയിൽ നീ വേർപിരിക്കാൻ വേണ്ടി ഒരു അലിഫിനെ അതിനിടയിൽ പ്രവേശിച്ചു. ഇദ്രിബ്നാനി എന്ന് നീ പറഞ്ഞു. അപ്പോൾ ഇദ്രിബന്ന, ഇദ്രിബാനി, ഇദ്രിബുന്ന, ഇദ്രിബിന്ന, ഇദ്രിബാനി, ഇദ്രിബ്നാനി. ഇഫ്തഹന്ന, ഇഫ്തഹാനി, ഇഫ്തഹുന്ന, ഇഫ്തഹിന്ന, ഇഫ്തഹാനി, ഇഫ്തഹ്നാനി. ഉൻസുറന്ന, ഉൻസുറാനി, ഉൻസുറുന്ന, ഉൻസുരിന്ന, ഉൻസുറാനി, ഉൻസുർനാനി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇതിപ്പോൾ സ്വഹീഹിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. സ്വഹീഹായ ലെറ്ററുകളുടെ അവസാനത്തിന് കുഴപ്പമൊന്നുമില്ലാത്ത, അവസാനം മുഴുത്തല്ലൊന്നും അല്ലാത്ത, ഒന്നിലും മുഴുത്തലില്ലാത്ത. അപ്പോൾ നസറ, വറബ, കത്തബ, ഇതിലൊന്നും ഇപ്പോൾ ഇല്ലത്തിൻ്റെ ഒരക്ഷരമില്ല. ഇനി പറയാൻ പോകുന്നത് നമ്മൾ അവസാനം വാവുള്ള ഫിഇലിൽ എങ്ങനെയായിരിക്കും, അവസാനം വാവുള്ളതിൽ എങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ചാണ് ഇനി പറയണത്. പറയട്ടെ. ഇത് നമ്മൾ മീസാനിൽ ഇപ്പം പറഞ്ഞത് മീസാനിൽ നമ്മൾ പഠിച്ചത് കൊണ്ട് നമുക്കിത് പരിചയമുണ്ട്. ഇനി നോക്ക്. ഫസ്ലുൻ, വത്തഖൂലു, നീ പറയും.
ഫീമ ഒരു ഫിഅലിൽ. എങ്ങനെയുള്ള ഫിഅലാണ്? കാന ആഖിറുഹു ആ ഫിഅലിന്റെ അവസാനം അൽ വാവാണ്. അപ്പൊ അവസാനം വാവായ ഒരു ഫിഅലിൽ നീ പറയും. ഇതുപോലെ നഹ്വു യഗ്സൂ എന്നതുപോലെ അവസാനം വാവല്ലേ, യഗ്സൂ. അവസാനം വാവ് ഉള്ള ഒരു ഫിഅലിൽ നീ പറയും ഉഗ്സുവന്ന. ശ്രദ്ധിക്കണേ, അതിന്റെ അംബറിനെ ചർച്ച ചെയ്യുന്നുണ്ടോ. ഉഗ്സുവന്ന. നമ്മൾ ഇതിന്റെ അംബർ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവസാനം വാവിനെ കളഞ്ഞിട്ട് ഉഗ്സു എന്നേ പറയുള്ളൂ. ആ വാവ് ഉണ്ടാവില്ല, അംബറിന്റെ അവിടെ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു അറിയോ? ആ വാവിനെ മടക്കി കൊണ്ടുവന്നു. ഈ സക്കീലാന്റെ നൂന് ചേർന്ന് വരുന്ന സമയത്ത് വാവിനെ മടക്കി. ശരിക്ക് ജസ്മ് ചെയ്യുന്ന അവസരത്തില് അല്ലേ, ജസ്മ് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ എന്താ ചെയ്യാറ്? അവസാനം വാവോ യാവോ ഒക്കെ ഉള്ള ഫീലാണെങ്കിൽ അതിനെ കളയുക ചെയ്യുക. അംറിൻ്റെ അവിടെയും കളയും, ലമ്മ് വരുമ്പോഴും കളയും. ഖശിയ യഖ്ഷ അതിൻ്റെ അംറ് നമ്മൾ ലം യഖ്ഷ എന്നാ പറയാം. സോറി, അംറല്ല, ലമ്മ് വന്നിട്ട് ജസ്മ്, ലം യഖ്ഷ. ഇനി അംറല്ല, അംറിൻ്റെ അവിടെ ഇഖ്ഷ എന്നാ പറയാം, ഇഖ്ഷ. അതുപോലെ ഇവിടെ ഖസാ യഗ്സു എന്നാണ്, അവിടെ ഉഗ്സു എന്നാണ് അംറ്. അവസാനത്തെ വാവിനെ കളയും. പക്ഷെ ഇത് ചേർന്ന് വരുന്ന സമയത്ത് ആ വാവിനെ മടക്കി കൊണ്ടുവന്നു. നോക്കിക്കോളൂ നിങ്ങൾ, ഉഗ്സുവന്ന. ലി അന്ന, കാരണം ലി അന്ന മാ ഖബല നൂനി സഖീലത്തി, സഖീലാന്റെ നൂനിന് മുമ്പുള്ളത്, സഖീലാന്റെ നൂനിന് മുമ്പുള്ളത്, അതായത് സഖീലാന്റെ നൂന് എന്ന് പറഞ്ഞാൽ അവിടെ ശദ്ദുള്ള നൂന്, അതിന് മുമ്പുള്ളത് യുബ്ന അലൽ ഫത്ഹി, ഫത്ഹിന്റെ മേൽ മബ്നിയാക്കപ്പെടും, ഫത്ഹിന്റെ മേൽ മബ്നിയാക്കപ്പെടും. അപ്പൊ നമ്മളിവിടെ ആ വാവ് ലഈഫാണ്. ഓക്കെ, നമ്മളിപ്പോൾ അവസാനിപ്പിക്കും. ഇത് ഷംനാക്ക് ഒരു ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു, അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ബാക്കി നിങ്ങൾ കേട്ടാൽ മതി കേട്ടോ. ഇതാ അപ്പൊ നോക്കി, ഉഗ്സു വന്ന, ആ വാവിനെ അവിടെ കൊണ്ടുവന്നു. അതിന് കാരണം പറയുന്നത് സഖീലാന്റെ നൂനിന് മുമ്പുള്ളത് ഫത്ഹിന്റെ മേൽ മബ്നിയായിരിക്കും. ഇപ്പോൾ നമ്മളെപ്പോൾ നോക്കിയാലും അങ്ങനെ കാണാൻ വേണ്ടി. ഇപ്പോൾ യഫ്അലു എന്ന് അത് മുഅറബാണ്, ലമ്മത്ത് കൊണ്ട് റഫ് ആണ്. പക്ഷെ ലയഫ്അലന്ന എന്നാണ് പറയാ. സക്കീലാന്റെ നൂന് ഒട്ടി വരുമ്പോൾ കേട്ടോ, ഒട്ടി ചേർന്ന് വരുന്ന സമയത്ത് ലയഫ്അലന്ന എന്ന് പറയാം. അതേപോലെ തന്നെ ഇവിടെ ഉഗ്സു യഗ്സൂ എന്നല്ല ഉണ്ടാകുക, യഗ്സൂ അതിനോട് ചേർന്ന് വരുമ്പോഴും ലയഗ്സുവന്ന എന്ന് പറയും, ലയഗ്സുവന്ന. അങ്ങനെ സക്കീലാന്റെ നൂന് മറയില്ലാതെ ചേർന്ന് വരുമ്പോൾ ഇനി മട ജംഇന്റെ അവസരത്തിൽ വാവിനെ മടക്കൂല. നോക്കാം നമുക്ക്, ബാക്കി നോക്കി. വഫി തസ്നിയത്തി, തസ്നിയയിൽ നീ പറയും ഉഗ്സുവാന്നി. കുഴപ്പമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വാവുണ്ട് തന്നെ ഉള്ളൂ. ഉഗ്സുവാന്നി. വഫിൽ ജംഇ, ജംഇൽ നീ പറയും ഉഗ്സുന്ന. ശ്രദ്ധിക്കണേ, ഉഗ്സുന്ന, അവിടെ വാവിനെ മടക്കിയില്ല. മറ്റോടത്ത് എന്ത് ചെയ്തു? ഉഗ്സുവന്ന, ഉഗ്സുവാന്നി. ഇവിടെ എന്ത് ചെയ്തു? വാവിനെ മടക്കിയില്ല, ഉഗ്സുന്ന എന്നാ പറഞ്ഞു. അതെന്താ? ഫിൽ അസ്ലി, അസ്ലിൽ ഇതായിരിക്കുന്നു, എന്തായിരിക്കുന്നു? ഉഗ്സുവുന്ന എന്നായിരിക്കും. ശ്രദ്ധിക്കണേ, അസ്ലിൽ എന്താ വരിക? ഉഗ്സുവുന്ന, ഇളിരിബുന്ന, ഉൻസുറുന്ന എന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കണം.
അതേപോലെ ഉഹുസുവുന്ന എന്ന് വരാം. ഫസ്തസ്ഖലത്തിൽ ലമ്മത്തു, ലമ്മ് ഭാരമായി, അലൽ വാവി, വാവിൻ്റെ മേൽ. അപ്പോൾ ഉഹുസുഫു, വാവ് ലഈഫാണ്, ആ വാവിൻ്റെ മേൽ ലമ്മ് ഭാരമായി. എങ്ങനത്തെ വാവ്? അല്ലത്തി ഖബ്ലഹ ലമ്മത്തുൻ, അതിന് മുമ്പുള്ളതും ലമ്മത്താണ്. ആ വാവിൻ്റെ മുമ്പ് എന്താ അക്ഷരം? സായാണ്. ആ സായനിക്കും ലമ്മത്താണ്. അപ്പോൾ വാവിനും ലമ്മത്ത് ഭാരം, അതിൻ്റെ മുമ്പുള്ളതും ലമ്മത്ത്. അപ്പം എന്ത് ചെയ്തു എന്നറിയോ? ഫഅസ്കനൂഹ, അപ്പം അറബികൾ ആ വാവിനിക്ക് സുക്കൂന് കൊടുത്തു. ആ വാവിനിക്ക് എന്ത് കൊടുത്തു? സുക്കൂന് കൊടുത്തു. സുമ്മ ഹദഫൂഹ, പിന്നെ അതിനോട് കളഞ്ഞു. പിന്നെ അതിന് കളഞ്ഞു. അപ്പം എന്ത് ചെയ്തു? ഉഹുസുവന്ന, ഉഹുസുവാന്നി, ഉഹുസുന്ന എന്നായി. ക്ലിയർ ആണോ? ഫൈസ എവിടെ? പിന്നെ വാക്യൊക്കെ സെയിം തന്നെ. ഉഹുസുവിന്ന, ഉഹുസുവാന്നി, ഉഹുസൂനാന്നി. ഇവിടെ ഒന്നും അവനെ കളയില്ല. വൽ യാഉ ഫി ഹാദൽ ബാബി, യാ, ഈ ബാബിൽ യാ കൽ വാവി, വാവിനെ പോലെ തന്നെ. അവസാനം യാ ആയാലും വാവിനെ പോലെ തന്നെയാണ്. അവസാനം വാവായതിനെ കുറിച്ചാണ് അപ്പം നമ്മൾ പറഞ്ഞത്. ഇനി അവസാനം യാ ആയാലും അത് വാവിനെ പോലെ തന്നെയാണ്. തഖൂലു, നീ പറയും. ഫിൽ മുഫ്രദി, ഏകവചനത്തിൽ നീ പറയും. ഇർമിയന്ന എന്ന് പറയും. ആ യാ മടങ്ങി വന്നു. ശരിക്കും ഇർമി എന്നേ പറയുള്ളൂ. അമ്ര, ഇർമിയന്ന, യാ മടങ്ങി വന്നു. അത് കാരണം സക്കീലാൻ്റെ നൂനിൻ്റെ മുമ്പുള്ള ലെറ്റർ ഫത്തിൻ്റെ അഭിനയാണ്. അപ്പോൾ ഇർമിയന്ന. വൽ ഇസ്നൈനി, ഇസ്നൈനി നീ പറയും ഇർമിയാന്നി. വൽ ജംഇ, ജംഇൽ നീ പറയും ഇർമുന്ന, ഇർമുന്ന. അവിടെ ഇർമിയുന്ന എന്നുണ്ടാകുക, ശ്രദ്ധിക്കണേ. ഇർമിയുന്ന. യാ ലൈഫ്, ലമ്മത്ത് കവി, യായിൻ്റെ ലമ്മത്ത് എന്ത് ചെയ്തു? ഭാരമുള്ള ലമ്മത്ത് അതിന് മുമ്പുള്ള മീമിനിക്ക് കൊടുത്തു. മീമിൻ്റെ കസറത്ത് കളഞ്ഞതിന് ശേഷം കേട്ടോ, മീമിൻ്റെ കസറത്ത് കളഞ്ഞു, എന്നിട്ട് മീമിന് കൊടുത്തു. അപ്പോൾ ഇർമുയിന്നായി, ഇർമുയിന്ന. ഇർമു പിന്നെ സുക്കൂനുള്ള യാവ്, പിന്നെ ഷദ്ദുള്ള നൂനായി. അപ്പോൾ ആ സുക്കൂനുള്ള യാവും ഷദ്ദുള്ള നൂനിലെ ഒന്നാമത്തെ നൂനും തമ്മിൽ ഇൽത്തിഖാഉ സാക്കിനൈനിയായി. അപ്പോൾ യായിനെ കളഞ്ഞു. അപ്പോൾ ഇർമുന്ന എന്നായി. ഇർമുന്ന. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതായോ? ബുദ്ധിമുട്ടായോ? ജംഇ ഇർമുന്ന. വലിൽ മർഅത്തി ഇർമിന്ന, വലിൽ മർഅത്തി ഇർമിന്ന. വൽ അസ്ലു ഇർമിയിന്ന. അസ്ൽ എന്താ ഉള്ളത്? ഇർമിയിന്ന, ഇളിരിബിന്ന എന്നല്ലേ പറയാം നമ്മള്. ഇർമിയിന്ന. പക്ഷെ അവിടെ എന്ത് ചെയ്തു? യായിനെ കളഞ്ഞു. ഹുദിഫത്തിൽ യാവു, യായിനെ കളഞ്ഞു. ലിൽത്തിഖാഇ സാക്കിനൈൻ, രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടിയതിന് വേണ്ടി. അതായത് യാ ലൈഫാണ്, കസ്രത്തും കവിയാണ്. അപ്പോൾ യായിൻ്റെ കസ്രത്തിനെ കളഞ്ഞു. അപ്പോൾ യാവും പിന്നെ സക്കീലയായ നൂനിൻ്റെ ഒന്നാമത്തെ നൂനും തമ്മിൽ ഇൽത്തിഖാഉ സാക്കിനായപ്പോൾ യായിനെയും കളഞ്ഞു. അപ്പോൾ കസറാണ്, കസറല്ലേ പിന്നെ എങ്ങനെ ഇൽത്തിഖാഉ സാക്കിൻ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ഇപ്പോൾ പറഞ്ഞേ. കസർ ഇപ്പം ഉണ്ട്, പക്ഷെ കസർ ഭാരമാണ്. ആ കസറിനെ കളഞ്ഞു. കസർ കളഞ്ഞാൽ പിന്നെ ഹർക്കത്ത് ഉണ്ടാവില്ല, സുക്കൂനല്ലല്ലോ. ആ സുക്കൂനും സക്കീലാൻ്റെ നൂനിൻ്റെ സുക്കൂനും തമ്മിൽ ഇൽത്തിഖാഉ സാക്കിനായപ്പോൾ യായിനെ കളഞ്ഞു. ഓക്കെ അല്ലേ? എവിടെ ഫൈസ? എവിടെ?
വലി തസ്നിയത്തി, തസ്നിയയ്ക്ക് നീ പറയും ഇർമിയാനി. വലിൽ ജമാഅത്തി, ജംഇന് നീ പറയും ഇർമീനാനി, ഇർമീനാനി. അപ്പോൾ വാവും കഴിഞ്ഞു, യാവും കഴിഞ്ഞു. അവസാനം കേട്ടോ, അവസാനം വാവും യാവും ഉള്ളതിൻ്റെ എനിക്ക് പറഞ്ഞു. പിന്നെ വത്തഖൂലു ഫീമാ കാന ആഖിറുഹു അലിഫൻ. വത്തഖൂലു നീ പറയും ഫീമാ ഒരു ഫിഅലിൽ കാന ആഖിറുഹു അലിഫൻ, അതിൻ്റെ അവസാനം അലിഫാണ്, അവസാനം അലിഫാണ്. അപ്പോൾ അവസാനം അലിഫുള്ള ഒരു ഫിഅലിൽ നീ പറയും ഇതുപോലെ യർല, യർലക്ക് അലിഫാണല്ലോ. ഇർലയന്ന, ഇർലയന്ന. ഇർലയാനി, ഇർലവുന്ന, ഇർലയന്ന, ഇർലയാനി, ഇർലവുന്ന എന്ന് പറയും. അവിടെ വാവ് ലഈഫാണ്, പക്ഷെ വാവിൻ്റെ ലമ്മത്തിനെ കളഞ്ഞില്ല. അതിൻ്റെ മുമ്പുള്ളത് എന്തല്ല, ലമ്മല്ലല്ലോ. ഊസു വന്ന എന്ന് പറഞ്ഞ കൊടുത്തുള്ള പോലെ അതിൻ്റെ മുമ്പുള്ളതും ലമ്മല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഫത്ഹായതുകൊണ്ട് നിലനിർത്തിയതാട്ടോ. ഇർലവുന്ന. വലിൽ മർഅത്തി, പെണ്ണിന് വേണ്ടി നീ പറയും ഇർലയിന്ന, ഇർലയാനി, ഇർലൈനാനി ബിസ്ബാത്തിൽ വാവി വളിയായി, വാവിനെയും യാവിനെയും ഒക്കെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട്. വാവിനെ യാവിനൊക്കെ അവിടെ എന്ത് സ്ഥിരപ്പെടുത്തി. മറ്റോടത്ത് അവസാനം വാവും യാവായപ്പോൾ കളഞ്ഞു, ഇവിടെ അവസാനം അലിഫായപ്പോൾ വാവിനെയും യാവിനെയും ഒക്കെ എന്ത് ചെയ്തു, സ്ഥിരപ്പെടുത്തിയിട്ട് പറഞ്ഞു. ഇർലയന്ന, ഇർലയാനി, ഇർലവുന്ന, ഇർലയിന്ന, ഇർലയാനി, ഇർലൈനാനി. അപ്പോൾ നമ്മൾ അവസാനം അലിഫുള്ളതും പറഞ്ഞു, വാവുള്ളതും പറഞ്ഞു, യാ ഉള്ളതും പറഞ്ഞു. ക്ലിയർ അല്ലേ? ചെറിയൊരു ഭാഗം കൂടി ഫസ്ലുണ്ട്, ചെറിയൊരു ഫസ്ലാണ്. വമാ ഒന്ന്, ഒരു ഫേല് കാന ഹർഫുൽ ഇല്ലത്തി, ഇല്ലത്തിൻ്റെ അക്ഷരമായിരിക്കുന്നു ഫി ഐനിഹി, ആ ഫേലിൻ്റെ ഐനിലായിരിക്കുന്നു, ആ ഫേലിൻ്റെ ഐനിലായിരിക്കും. തഖൂലു നീ പറയും ഫിഹി അതിൽ. അപ്പം ഐന് ഫീല് ഇല്ലത്തിൻ്റെ അക്ഷരമായി വന്ന ഫീല് നീ പറയും കൂലന്ന, കുൽ എന്നാണ് അമർ വരിക. കുൽ ശരിക്കും അവിടെ എന്ത് ചെയ്യും, വാവിനെ കളഞ്ഞു. ശരിക്ക് നടുവിലുള്ള അയിനെ കളഞ്ഞിട്ടല്ലേ. ലം യലിദ് വലം യൂലദ്, അത് വലത യലിദ് എന്നാണ് നമ്മൾ പറയില്ലേ. ബാഅ യബീഉ, ബിഅ എന്നാണ് അമർ വരിക, ബിഅ. ഖാല യഖൂലു, ഖുൽ എന്നാണ് അമർ വരിക. പക്ഷെ ഐന് ഫീൽ ഇല്ലത്താവുമ്പോൾ ആ വാവും അവസാനത്തെ ലാമും സുക്കൂനായതുകൊണ്ടാണ് വാവിനെ കളഞ്ഞത്. പക്ഷെ ഇവിടെ സുക്കൂനില്ലാത്തത് കൊണ്ട് വാവ് മടങ്ങി വന്നു. നോക്കി നിങ്ങൾ. കൂലന്ന, കൂലന്ന, കൂലാന്നി, കൂലുന്ന. വലിൽ മർഅത്തി കൂലിന്ന, കൂലാന്നി, കുൽനാന്നി. കൂലന്ന, കൂലാന്നി, കൂലുന്ന, കൂലിന്ന, കൂലാന്നി, കുൽനാന്നി. വകദാലിക സീറന്ന, സീറാന്നി, സീറുന്ന. വലിൽ മർഅത്തി സീരിന്ന, സീറാന്നി, സിർനാന്നി, സിർനാന്നി. അവിടെ യാവുണ്ടായില്ല, കുൽനാനി എന്ന് പറഞ്ഞപ്പോൾ വാവുണ്ടായില്ല. അവിടെ ഇൽത്തിഖാവ് സാക്കിനായപ്പോൾ പോണാണ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇൽത്തിഖാവ് സാക്കിന ഇല്ലാത്തത് കൊണ്ട് ലഈഫായ വാവ് വന്നു, മടങ്ങി വന്നു.
കൂലന്ന മടങ്ങി വന്നു, കൂലാനി മടങ്ങി വന്നു, കൂലുന്ന അവിടെയും വന്നു, കൂലിന്ന കൂലാനി അവിടെ രണ്ടോടത്തും വന്നു, കുൽനാനി എന്നുള്ളിടത്ത് പോയി. കാരണം അവിടെ ലാമും വാവും ഇൽത്തിഖാഫ് സാക്കിനൈനി ഓൾറെഡി നേരത്തെ ഉള്ള പോലെ തന്നെ അവിടെ ശേഷിപ്പുണ്ട്, ബാക്കിയാണ്. അതുകൊണ്ട് അവിടെ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്ന ഭാഗം അവസാനം അലിഫും വാവും യവും അതുപോലെ ഐന് ഫീൽ ഇല്ലത്തായതിൻ്റെയും പറഞ്ഞു. ഇനി ഉള്ളത് ഇപ്പോൾ ഫാവ് ഫീൽ ഇല്ലത്തായതിൻ്റെ, അത് പിന്നെ മാറ്റമൊന്നുമില്ല. ഫാവ് ഫീൽ ഇല്ലത്താവുന്ന ഇപ്പോൾ വാവോ യാ ഒക്കെ ഫാവ് ഫീലായി വരും. അത് ഇതിൻ്റെ നമ്മൾ സ്വഹീഹായ ഫീലുകളിൽ സക്കീലയും ഖഫീഫയുമായ നൂനുകളൊക്കെ എങ്ങനെയാണോ വരിക അതേ രൂപത്തിൽ തന്നെ മാറ്റമില്ലാതെ വരും. അതുകൊണ്ട് അത് പിന്നെ പ്രത്യേക സ്പെഷ്യൽ കേസ് പറയണ്ടല്ലോ, അതുകൊണ്ട് അത് പറഞ്ഞില്ല. ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ ആദ്യം സ്വഹീഹായതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതിൽ? ഇതിരിബന്ന, ഇതിരിബിന്ന, ഇതിരിബുന്ന എന്നൊക്കെ പറഞ്ഞില്ല. അത് സ്വഹീഹിൻ്റെ കേസ്. ആ സ്വഹീഹിൻ്റെ കേസ് തന്നെയാണ് ഫാ ഫീലും മുഴുത്തല്ലായതിന്, ഐൻ ഫീലും ലാം ഫീലും മുഴുത്തല്ലായതിന് ചില പ്രത്യേക നിയമങ്ങൾ വരുന്നത് കൊണ്ട് അതെടുത്ത് പറഞ്ഞതാണ്. ക്ലിയർ അല്ലേ?